ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ടു അസ്നാസ് കിച്ചൺ. എന്താ ഈസി ആയിട്ട് നമുക്ക് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സാൻഡ്വിച്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത്. പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം, കുറഞ്ഞ ഇൻഗ്രീഡിയൻസും ഉണ്ട്. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് സാദാ ബ്രെഡാണ് കേട്ടോ. പിന്നെ നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജീസൊക്കെ എടുക്കുക, അതായത് കാബേജ്, കക്കരിക്ക, പിന്നെ ക്യാരറ്റ്. പിന്നെ ഇന്ന് എടുത്തിട്ടുള്ളത് ഒരു ക്യാബേജിൻ്റെ ചെറിയൊരു പോർഷനും പിന്നെ ഒരു ക്യാരറ്റ് മുഴുവനായിട്ടും. പിന്നെ നമ്മുടെ കയ്യിൽ ക്യാപ്സിക്കല്ലേ, അതുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ചോപ്പ് ചെയ്തെടുക്കുക. ഞാൻ അപ്പോൾ ഈ ചോപ്പിംഗ് ബോർഡിലാണ് എല്ലാം ഒന്ന് ചോപ്പ് ചെയ്തെടുത്തത്. അപ്പോൾ കനം കുറച്ച് അരിയും ചെയ്യുക. അതിനുശേഷം ഒരു അര വല്യുള്ളിയും കൂടി ഇതിലേക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതാ എല്ലാ വെജീസും ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്കിതിലേക്ക് മയണൈസാണ്. അപ്പോൾ ഹോം മെയ്ഡായിട്ട് ഹെൽത്തി ആയിട്ടുള്ള മയണൈസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു കോഴിമുട്ട പുഴുങ്ങിയെടുത്തു. അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണോളം ഒലീവ് ഓയിലും ചേർത്ത് കൊടുത്തു. സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ ഒരു 1.5 ടേബിൾ സ്പൂണോളം തൈര്, നല്ല കട്ട തൈരില്ലേ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടേബിൾ സ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു അര ടേബിൾ സ്പൂണോളം തന്നെ നമ്മുടെ വിനാഗിരിയില്ലേ, അതും കൂടി ചേർത്ത് കൊടുത്ത്. ഇത്രയും ചേർത്ത് കൊടുത്ത് ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. കൂടാതെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പറ്റുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നമ്മുടെ മയണൈസൊക്കെ നന്നായിട്ട് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരല്പം കുരുമുളക് പൊടി ക്രഷ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അല്പം 1/4 ടേബിൾ സ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് മുട്ട ഉണ്ടെങ്കിൽ മുട്ട ചിക്കി ഇട്ട് പൊരിച്ചത് എടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് ചിക്കനോ ബീഫൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉപ്പിട്ട് വേവിച്ചതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് നമ്മുടെ മയണൈസിലെ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല അത്യാവശ്യം ഒരു 3-4 ടേബിൾ സ്പൂണോളം തന്നെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ കയ്യിൽ ബ്രെഡ് ആണെങ്കിൽ ബ്രെഡ് എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തിയോ അല്ലെങ്കിൽ കുബൂസോ ഉണ്ടെങ്കിൽ അതെടുക്കാം, ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളതിൽ ബ്രെഡിലെ ഒരു സ്ലൈസിലേക്ക് നമ്മുടെ ഫില്ലിംഗ് കൂട്ട് കുറച്ചൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കുബൂസോ ചപ്പാത്തിയോ ഒക്കെ ആണെങ്കിൽ അതുപോലെ ചെയ്ത് റോൾ ചെയ്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമ്മുടെ കയ്യിൽ ചീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവൈലബിൾ ആണെങ്കിൽ മാത്രം ചീസ് ഉണ്ടെങ്കിൽ ചീസ് ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ചീസൊക്കെ വെച്ചാൽ നല്ല ഇഷ്ടമാവും മക്കൾക്ക്, നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ചീസും കൂടി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ഗ്രിൽ പാനിലിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കുക മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവനായിട്ടൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഗ്രിൽ പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് അങ്ങ് മാറ്റാം, അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച്. അധികം നല്ല ചൂടിലൊരിക്കലും ബ്രെഡ് വെച്ച് കൊടുക്കരുത്, പെട്ടെന്ന് കരിയോട്ടോ ഗ്രിൽ പാനിൽ. അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുക്കുക. ഒന്ന് ചൂടായി വരുമ്പോൾ തിരിച്ചും ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കുന്ന അതേപോലെയുള്ള ക്ലബ് സാൻഡ്വിച്ച് റെഡി. അപ്പോൾ മക്കൾക്കും തന്നെ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഈസി ആയിട്ട് സാൻഡ്വിച്ച് ഇങ്ങനെ ഉണ്ടാക്കാന്നുണ്ടല്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം. സൈനിങ് ഔട്ട് അസ്നാസക്കി.